കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നിങ്ങൾ എക്സാം സ്പെഷ്യലായിട്ടാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇത് കുഴപ്പമില്ല. പക്ഷേ ഇതുവരെയും പ്രോബ്ലംസ് ഒന്നും നോക്കിയിട്ടില്ല എങ്കിൽ ജസ്റ്റ് ഈ പ്രോബ്ലം ഒന്ന് നോക്കുക, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇതേ മോഡൽ തന്നെ നിങ്ങൾ പ്രോബ്ലം ചെയ്തിടുക. ഒരുപാട് പേരുടെ മെസ്സേജ് കണ്ടു, തിയറി മാത്രം പഠിച്ചാൽ മതിയോ, പ്രോബ്ലം പഠിക്കണമെന്നൊക്കെ ഉള്ളത്. ഇതൊരു പ്രോബ്ലം പേപ്പറാണ്, അതുകൊണ്ട് എന്തോ ആയാലും നിങ്ങൾ പ്രോബ്ലം പഠിക്കണം. തിയറി എഴുതി അങ്ങ് മൊത്തം പാസ്സാവാമെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം പ്രോബ്ലം എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടി വരും. കാരണം എസ് എ പ്രോബ്ലം ചോദിക്കും, 4 മാർക്കിനൊക്കെ പ്രോബ്ലം ചോദിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഏരിയാസ് ഒന്ന് നോക്കി എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നതെന്നൊന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രോബ്ലം, ഒരു സിമ്പിൾ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മൾ എല്ലാ പ്രാവശ്യവും ഓരോന്നിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലും അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഓൾറെഡി നമ്മൾ തിയറി പാർട്ട് ഇട്ടതാണ്. അതിൽ കൂടുതലൊന്നും ചോദിക്കാനില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് കണ്ടു നോക്കുക. ദെൻ വരുന്നത് ഓരോ മൊഡ്യൂളിൻ്റെയും പ്രോബ്ലംസ് ആണ്. ആ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇന്നൊരു ദിവസം കൊണ്ട് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ ഇതൊന്ന് നോക്കുക, ബ്രാഞ്ച് അക്കൗണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതൊന്ന് പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നമ്മൾ ബ്രാഞ്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 ബ്രാഞ്ചുകളെ ക്ലാസിഫൈ ചെയ്തെന്ന് പറഞ്ഞു. ആ ബ്രാഞ്ചുകളിനെ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്നും ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് എന്നും ഫോറിൻ ബ്രാഞ്ച് എന്നും ക്ലാസിഫൈ ചെയ്തു. അതിൽ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, നമ്മൾ പ്രത്യേകിച്ച് ബുക്സ് ഓഫ് അക്കൗണ്ട് ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ആര് പ്രിപ്പയർ ചെയ്തോളും? ഹെഡ് ഓഫീസ് തന്നെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തോളും? പ്രിപ്പയർ ചെയ്തോളും. അതിൽ തന്നെ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചുകളിൽ തന്നെ നമ്മൾ 4 മെത്തേഡ്സുകളെ കുറിച്ച് പറഞ്ഞു. ഡെപ്റ്റേഴ്സ് സിസ്റ്റം, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം, ഫൈനൽ അക്കൗണ്ട് സിസ്റ്റം, ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം. അപ്പോൾ അതിലെ ഒന്നാമത്തെയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്, ഡെപ്റ്റേഴ്സ് സിസ്റ്റം. ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തിന് നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് സിസ്റ്റം എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. അത് ഹെഡ് ഓഫീസ് അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനകത്ത് വരുന്നതാണ് ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രാഞ്ച് അക്കൗണ്ട് എന്താണെന്ന് പറഞ്ഞു? ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നോമിനൽ അക്കൗണ്ടാണ്. ഇതിനകത്ത് എല്ലാ എക്സ്പെൻസുകളെയും ഡെബിറ്റ് ചെയ്യുകയും ഇൻകത്തെ എല്ലാം എന്ത് ചെയ്യുകയും ചെയ്യും, ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ബ്രാഞ്ച് ഗുഡ്സുകൾ റിസീവ് ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിലും എന്നിട്ട് അത് ഒള്ളി ക്യാഷിൽ മാത്രം വിൽക്കും. രണ്ടാമത്തെ കേസിൽ ഗുഡ്സ് റിസീവ് ചെയ്യുന്നത് കോസ്റ്റിലാണ്, പക്ഷേ ഗുഡ്സ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ക്യാഷിലും ക്രെഡിറ്റിലും ചെയ്യും. മൂന്നാമത്തെ കേസ് പറഞ്ഞത് ഗുഡ്സ് റിസീവ് ചെയ്യുന്നത് ഇൻവോയ്സ് പ്രൈസിലോ ലോഡഡ് പ്രൈസിലോ ആണ്. അതുപോലെ തന്നെ അത് സെൻഡ് ചെയ്യുന്നത് ബോത്ത് ക്യാഷിലും ക്രെഡിറ്റിലും ആണെന്ന്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ മൊത്തത്തിലൊരു ചുരുക്കം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിലെ ഫസ്റ്റ് മെത്തേഡായ എ ബ്രാഞ്ച് ദാറ്റ് റിസീവ് ഗുഡ്സ് അറ്റ് കോസ്റ്റ് ആൻഡ് സെൽ ഒൺലി ഫോർ ക്യാഷ്. എന്താണ്, വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. അതായത് നമ്മൾ ഹെഡ് ഓഫീസ് നമുക്ക് ഗുഡ്സ് കോസ്റ്റ് പ്രൈസിൽ തരികയും അത് നമ്മൾ ക്യാഷിൽ തന്നെ വിൽക്കുകയും ചെയ്താൽ എങ്ങനെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? അപ്പോൾ ഫോർമാറ്റ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ട് നിങ്ങൾ ഓർക്കുക. ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ആരാ? ബ്രാഞ്ചുകളല്ല. ആര് പ്രിപ്പയർ ചെയ്യും? ഹെഡ് ഓഫീസാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കണം? ഹെഡ് ഓഫീസിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കണം. ക്ലിയർ ആണോ? അപ്പം ഹെഡ് ഓഫീസ് ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബ്രാഞ്ചുകളുടെ ഓപ്പണിംഗ് ബാലൻസ് എല്ലാം എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഏതൊക്കെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്? അവരുടെ സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് കാണും, പെറ്റി ക്യാഷ് ബുക്ക് ഓപ്പണിംഗ് കാണും. ഇത് രണ്ടും എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ക്ലോസിംഗ് രണ്ടും എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ ആണോ? ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലോസിംഗ് രണ്ടും എന്ത് ചെയ്യണം? നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അതായത് ക്ലോസിംഗ് ബ്രാഞ്ച് സ്റ്റോക്കും അതുപോലെ തന്നെ പെറ്റി ക്യാഷും. ഇനി ബ്രാഞ്ചുകളിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുകയാണ്. ഓക്കെ, ബ്രാഞ്ചുകളുടെ അക്കൗണ്ട് തന്നെയാണ് ബ്രാഞ്ച് അക്കൗണ്ട്, പക്ഷെ പ്രിപ്പയർ ചെയ്യുന്നത് ആരാന്നേ ഉള്ളൂ? ഹെഡ് ഓഫീസാണേ ഉള്ളൂ. അപ്പോൾ ബ്രാഞ്ചുകൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിലേക്ക് നമ്മൾ ഗുഡ്സ് സെൻഡ് ചെയ്യുമല്ലോ. അപ്പോൾ ബ്രാഞ്ചിനെ സംബന്ധിച്ചോളം അതെന്താണ്? പർച്ചേസ് അല്ലേ. അതുകൊണ്ട് തന്നെ അത് അവർ അക്കൗണ്ടിൽ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അവർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ക്ലിയർ ആണോ? അപ്പോൾ അവർ ആ ഗുഡ്സ് വിറ്റാൽ അവരെ സംബന്ധിച്ചോളം അതെന്താണ്? സെയിൽസ് അല്ലേ. അപ്പോൾ അവരുടെ ബുക്കിൽ ആ സെയിൽസിനെ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഹെഡ് ഓഫീസ് ബ്രാഞ്ചുകളിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്താൽ ബ്രാഞ്ച് അക്കൗണ്ടിൽ അതിനെ ഡെബിറ്റ് ചെയ്യുകയും ആ ഗുഡ്സുകൾ ബ്രാഞ്ചുകൾ വിറ്റാൽ അതിനെ എന്ത് ചെയ്യുകയും ചെയ്യും? ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. ക്ലിയർ? ഇനി എന്തെങ്കിലും എക്സ്പെൻസസുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ആ എക്സ്പെൻസസുകൾ വരുമ്പം ആ എക്സ്പെൻസുകളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡെബിറ്റ് ചെയ്യണം. എന്തെന്നും പറഞ്ഞ് ഡെബിറ്റ് ചെയ്യും? ബാങ്ക് എന്ന് പറഞ്ഞായിരിക്കണം ഡെബിറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്നാണ് എക്സ്പെൻസ് വരുമ്പം അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം.
ക്ലിയർ? ഇത്രയും മാത്രമാണ് വരുന്നത്. എന്നിട്ട് നമ്മൾ ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാനായിട്ട് സാധിക്കും. ഇനി കുറച്ച് ജേണൽ എൻട്രി പറയുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചാൽ മതി, അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ജേണൽ എൻട്രി എഴുതാം. എന്നാലും നമുക്ക് ജസ്റ്റ് ജേണൽ എൻട്രി ഒന്ന് പറഞ്ഞു പോകാം. ഒന്ന്, for bringing down the balance of stock, furniture, petty cash at the beginning of the period. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കൂടെ, ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എവിടെ എടുക്കേണ്ടതെന്ന്. ഇവിടെ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണ് എഴുതിയേക്കുന്നത്? ഡെബിറ്റ് സൈഡിൽ. അപ്പോൾ നമ്മൾ എന്തിനെ ഡെബിറ്റ് ചെയ്യണം? ബ്രാഞ്ച് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. എന്നിട്ട് ഏതൊക്കെ ഐറ്റം ആ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തേക്കുന്നത്? ബ്രാഞ്ചിൻ്റെ സ്റ്റോക്ക് ഓപ്പണിങ്, ഫർണിച്ചർ എന്തെങ്കിലും ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അത്, ബ്രാഞ്ചിൻ്റെ പെറ്റി ക്യാഷ്, ഇത്രയും കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. രണ്ടാമത്, എന്തെങ്കിലും ലൈബിലിറ്റീസ് ഉണ്ടെങ്കിൽ, ഓപ്പണിംഗ് ബാലൻസ് എന്തെങ്കിലും ലൈബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ലൈബിലിറ്റി അക്കൗണ്ട് അപ് ടു ബ്രാഞ്ച്. ഇനി നമ്മൾ ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പം, നമ്മൾ നേരത്തെ പറഞ്ഞു ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് നമ്മൾ എവിടെ എഴുതുന്നത്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡെബിറ്റ് സൈഡിലാണ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ എന്തെഴുതും? ബ്രാഞ്ച് അക്കൗണ്ട് അപ് ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഇനി എന്തെങ്കിലും എക്സ്പെൻസസ് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ എന്തെന്ന് പറഞ്ഞ് എഴുതും? ബാങ്ക് എന്ന് പറഞ്ഞ് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതും. അപ്പോൾ എന്താ ജേണൽ എൻട്രി? ബ്രാഞ്ച് അക്കൗണ്ട് അപ് ടു ബാങ്ക്. ക്ലിയർ ആണോ? അടുത്തത് എന്താ? ബ്രാഞ്ച് വെൻ ക്യാഷ് റിസീവ്ഡ് ഫ്രം ബ്രാഞ്ച്, ബ്രാഞ്ചിൽ നിന്ന് എന്തെങ്കിലും ക്യാഷ് റിസീവ് ചെയ്താൽ ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട് അപ് ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്നല്ലേ? അതായത് എന്തെങ്കിലും ക്യാഷ് റിസീവ് ചെയ്താൽ നമ്മൾ ഏത് സൈഡിൽ എഴുതും? ഈ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. അതുകൊണ്ട് ബ്രാഞ്ചിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ ആണോ? ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട് അപ് ടു ബ്രാഞ്ച്. ഇനി നമ്മൾ അതായത് ഹെഡ് ഓഫീസ് സെൻഡ് ചെയ്ത ഗുഡ്സ്, ഹെഡ് ഓഫീസ് ആർക്ക് സെൻഡ് ചെയ്ത ഗുഡ്സ്? ബ്രാഞ്ചുകൾക്ക് സെൻഡ് ചെയ്ത ഗുഡ്സ് അവരെന്ത് ചെയ്യും? സെയിൽസ് നടത്തും. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ ഈ ബ്രാഞ്ചുകൾ എന്ത് ചെയ്യും? അത് റിട്ടേൺ ചെയ്യും. നമ്മളും അങ്ങനെയല്ലേ? നമ്മളെന്തെങ്കിലും സാധനം വാങ്ങുന്ന സമയത്ത് നമ്മളത് എഴുതി തിരിച്ച് നമ്മൾ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നമുക്കത് വേണ്ടാന്ന് കരുതിയാൽ നമ്മളതെന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് അപ് ടു ബ്രാഞ്ച്. ക്ലിയർ? നെക്സ്റ്റ് വരുന്നത് ആ ക്ലോസിംഗ് എൻട്രിയാണ്. ക്ലോസിംഗ് എൻട്രി എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയത്, ഇവിടെ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണ് എഴുതിയത്? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബ്രാഞ്ച് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിട്ട് ബാക്കി എല്ലാ ഐറ്റത്തെയും എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇനി എന്തെങ്കിലും ലൈബിലിറ്റിയുടെ ക്ലോസിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ, ലൈബിലിറ്റിയുടെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയത്? ലൈബിലിറ്റി അക്കൗണ്ട് അപ് ടു ബ്രാഞ്ച്. അപ്പോൾ തിരിച്ച് എന്ത് എഴുതണം? ക്ലോസിംഗ് എഴുതുവാണെങ്കിൽ എന്ത് എഴുതണം? ബ്രാഞ്ച് അക്കൗണ്ട് അപ് ടു ലൈബിലിറ്റി. ഇനി നമ്മൾ ക്ലോസിംഗ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ പഠിക്കേണ്ട, ഞാൻ ഒരു പ്രോബ്ലം ചെയ്ത് കാണിക്കാം. അപ്പോൾ ആ പ്രോബ്ലം ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആവും. നമ്മളിങ്ങനെ ജേണൽ എൻട്രി പഠിച്ച് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് എന്തിലേക്ക് പോകാം? പ്രോബ്ലത്തിലേക്ക് പോകാം. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇനി ക്വസ്റ്റ്യനിൽ ചോദിക്കുകയാണ് ജേണൽ എൻട്രിയും കൂടെ എഴുതണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ ഒരു പ്രോബ്ലം ചെയ്തിട്ട് അതിൽ നിന്ന് ജേണൽ എൻട്രി ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കുറേ ഐറ്റം എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും ജേണൽ എൻട്രി? ബ്രാഞ്ച് അക്കൗണ്ട് അപ് ടു ആ ഐറ്റം, ബ്രാഞ്ച് അക്കൗണ്ട് അപ് ടു ഈ ഐറ്റം, ഇങ്ങനെ പറഞ്ഞ് എഴുതിയാൽ മതി. ഇനി ക്രെഡിറ്റ് സൈഡിൽ ആ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ എഴുതിയിരിക്കുന്നെങ്കിലോ ആ ഐറ്റം അക്കൗണ്ട് അപ് ടു ബ്രാഞ്ച്. ക്ലിയർ ആണോ? ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇലിസ്ട്രേഷൻ 1 ആണ്. സ്റ്റാൻലി ആൻഡ് ബ്രോസ് ഓഫ് പാമ്പാടി ഹാസ് എ ബ്രാഞ്ച് അറ്റ് തിരൂർ. അപ്പോൾ നമുക്കിതിന് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. ഹെഡ് ഓഫീസ് എവിടെ? സ്റ്റാൻലി ആൻഡ് ബ്രോസ് പാമ്പാടിയാണ് ഹെഡ് ഓഫീസ്. ബ്രാഞ്ച് എവിടെ? തിരൂരാണ് ബ്രാഞ്ച്. The following are the transaction between branch and head office for the year end 31st March 2015. Clear? ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, സ്റ്റോക്കും പെറ്റി ക്യാഷ് ബുക്കും. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് തന്നിട്ടുണ്ട് 80,000. റെമിറ്റൻസ് തന്നിട്ടുണ്ട്, അതായത് അവർക്ക് ആ എക്സ്പെൻസ് തന്നിട്ടുണ്ട്. ക്യാഷ് റെമിറ്റൻസ് ബൈ ബ്രാഞ്ച് കുറച്ച് ക്യാഷ്. റെമിറ്റൻസ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചിന് വേണ്ടി നമുക്ക് ചിലവായത്. ക്യാഷ് റെമിറ്റൻസ് ഈ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ബൈ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് കിട്ടിയത്, അവർ എന്താണ് സെയിൽസ് നടത്തിയിട്ട് കിട്ടുന്നത്. പിന്നെ തന്നിരിക്കുന്നത് സ്റ്റോക്കും പെറ്റി ക്യാഷ് ബുക്കിൻ്റെയും ക്ലോസിംഗ് ബാലൻസാണ്. എങ്ങനെ പ്രോബ്ലം ചെയ്യും? ഇവിടെ ഒരു ഇലിസ്ട്രേഷൻ, അതായത് ജേണൽ എൻട്രി തന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ജേണൽ എൻട്രി ഒന്ന് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോബ്ലം ചെയ്തിട്ടും ജേണൽ എൻട്രിയിലോട്ട് വരാം. ഫസ്റ്റ് നോക്കിയേ, ആദ്യം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എഴുതണം. അപ്പോൾ നമ്മൾ എന്തോ പഠിച്ചത്? ഓപ്പണിംഗ് ബാലൻസും പെറ്റി ക്യാഷ് ബുക്കും നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് എഴുതുന്നത്. അപ്പം ജേണൽ എൻട്രി എന്ത് വരും? തിരൂർ ബ്രാഞ്ച് അക്കൗണ്ട് അപ് ടു സ്റ്റോക്ക്,
ടു പെറ്റി ക്യാഷ് ബാലൻസ്. മനസ്സിലായോ? നമ്മൾ തിരൂർ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓർത്ത് നോക്കിയേ, തിരൂർ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും നമ്മൾ എന്ത് എഴുതുന്നത്? ഓപ്പണിംഗ് ബാലൻസ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ തിരൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓപ്പണിംഗ് ബാലൻസ്. അപ്പോൾ ഇവിടെ നോക്കിയേ, സ്റ്റോക്ക് 18,000 പെറ്റി ക്യാഷും 30. അപ്പം സ്റ്റോക്ക് 18,000, എന്താണ് പെറ്റി ക്യാഷ് 30, രണ്ടും കൂടെ കൂട്ടി 18,030 എഴുതി. രണ്ടാമത്തെ, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡ്യൂറിങ് ദ ഇയർ 2014-15. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് നമ്മൾ ഏത് സൈഡിലാണ് എഴുതുന്നത്? ഡെബിറ്റ് സൈഡിലാണ് എഴുതുന്നത്. എവിടുത്തെ ഡെബിറ്റ് സൈഡ്? തിരൂർ ബ്രാഞ്ചിൻ്റെ ഡെബിറ്റ് സൈഡ്. അപ്പോൾ നമ്മുടെ ജേർണൽ എൻട്രി എന്താ? തിരൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എത്ര വരും? 80,000. ക്ലിയർ? ദെൻ നമ്മൾ അവർക്ക് കുറച്ച് എക്സ്പെൻസസിന് എമൗണ്ട് കൊടുത്തു. സാലറി 3,000, റെൻറ്റ് 4,000, പെറ്റി ക്യാഷ് 170. അങ്ങനെ മൊത്തത്തിൽ 7,170 രൂപയാണ് കൊടുത്തത്. അങ്ങനെ 7,170 രൂപ കൊടുത്തു. എന്തായിട്ട് കൊടുത്തു? ക്യാഷ് ആയിട്ടല്ലേ നമ്മൾ എപ്പോഴും കൊടുക്കുന്നത്. അത് നമ്മൾ ഏത് സൈഡിലാണ്? ഡെബിറ്റ് സൈഡിൽ ബാങ്ക് എന്ന് പറഞ്ഞല്ലേ എഴുതുന്നത്. അപ്പം ജേർണൽ എൻട്രി എന്താ? തിരൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് 7,170. ക്ലിയർ ആണോ? നെക്സ്റ്റ്, ക്യാഷ് റെമിറ്റൻസ് ബൈ ബ്രാഞ്ച് അല്ലെങ്കിൽ ക്യാഷ് സെയിൽസ് ബൈ ബ്രാഞ്ചിന് കിട്ടി. ഓക്കെ, ബ്രാഞ്ചിന് കിട്ടിയപ്പോൾ എത്ര കിട്ടി? 1,30,000. സെയിൽസ് നമ്മൾ ഏത് സൈഡിലാണ് എഴുതുന്നത്? ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ ഏത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡ് എഴുതും? തിരൂർ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ എന്താ ജേർണൽ എൻട്രി വരുന്നത്? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു തിരൂർ ബ്രാഞ്ച് 1,30,000. ക്ലിയർ? ഇനി അടുത്ത ക്ലോസിംഗ് ബാലൻസാണ്. ക്ലോസിംഗ് ബാലൻസ് എവിടെ മക്കളെ നമ്മൾ എഴുതുന്നത്? ക്ലോസിംഗ് ബാലൻസ് നമ്മൾ എഴുതുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്, തിരൂർ ബ്രാഞ്ചിൻ്റെ ക്രെഡിറ്റ് സൈഡ്. അപ്പം ജേർണൽ എൻട്രി എങ്ങനെ വരും? സ്റ്റോക്ക് അക്കൗണ്ട് ഡെപ്റ്റർ പെറ്റി ക്യാഷ് ബുക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു തിരൂർ ബ്രാഞ്ച്. അപ്പോൾ സ്റ്റോക്ക് അക്കൗണ്ട് ഡെപ്റ്റർ പെറ്റി ക്യാഷ് ബുക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു തിരൂർ ബ്രാഞ്ച് 21,040. ക്ലിയർ ആണോ? ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലത്തിൽ ഇങ്ങനെ തന്നെ നോക്കാം. ഏതൊക്കെയായിരുന്നു ഡെബിറ്റ് സൈഡിൽ പോകുന്ന ഐറ്റം? ആദ്യം ഓപ്പണിംഗ് ബാലൻസ് എഴുതണം. ഓപ്പണിംഗ് ബാലൻസ് എത്ര? 18,000, 30. അപ്പോൾ ആദ്യം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എഴുതി 18,000, ദെൻ 30. അടുത്ത ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എത്ര? 80,000. അപ്പോൾ നമ്മൾ എഴുതുക 80,000 ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ക്ലിയർ? ഇനി നമുക്ക് എന്താണ്? എക്സ്പെൻസസ് ആണ് എഴുതേണ്ടത്. എക്സ്പെൻസസ് എല്ലാം കൂടെ കൂട്ടി ബാങ്ക് എന്ന് പറഞ്ഞ് 7,170. അപ്പോൾ നമ്മൾ 7,170 നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നർ കോളത്തിൽ കാണിക്കാം. ഇത്രയേ ഉള്ളൂ ഡെബിറ്റ് സൈഡിൽ. ഇനി ക്രെഡിറ്റ് സൈഡിൽ എന്താ വരുന്നത്? ക്യാഷ് സെയിൽസ് ആണ്. അപ്പോൾ നമ്മൾ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് സെയിൽസ് 1,30,000. നെക്സ്റ്റ് വരുന്നത് എന്താ? ക്യാഷ് സെയിൽസ് കഴിഞ്ഞാൽ പിന്നെ ക്ലോസിംഗ് ബാലൻസാണ് 21,000, 40. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടി 21,040. ഇനി നമ്മൾ ബാലൻസ് ചെയ്യുക. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ വരുന്നത് എത്ര? 1,51,040. രണ്ട് സൈഡും എഴുതുക. എന്നിട്ട് അതിൽ നിന്ന് ഈ ഐറ്റംസ് എല്ലാം മൈനസ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് 45,840 വരും. ക്ലിയർ ആണോ? ഇനി നമുക്ക് രണ്ട് അക്കൗണ്ട് വെറുതെ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ഒന്ന് ഗുഡ്സ് സെൻഡ് ടു തിരൂർ ബ്രാഞ്ച് അക്കൗണ്ടും സ്റ്റോക്ക് അറ്റ് തിരൂർ ബ്രാഞ്ച് അക്കൗണ്ടും നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഗുഡ്സ് സെൻഡ് ടു തിരൂർ ബ്രാഞ്ച്, ഇവിടെ നമ്മൾ ബ്രാഞ്ചിലേക്ക് എത്ര സ്റ്റോക്കാണ് സെൻഡ് ചെയ്തേ? ഗുഡ്സ് സെൻഡ് ടു തിരൂർ ബ്രാഞ്ച് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയേക്കുന്നത് എത്ര? 80,000 രൂപയുടെ സ്റ്റോക്കല്ലേ നമ്മൾ തിരൂർ ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്തേ. അപ്പോൾ അവരുടെ അക്കൗണ്ടിൽ അതിനെ ചെന്ന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം 80,000. രണ്ട് സൈഡും ബാലൻസ് ചെയ്താൽ ഇതേതാ? ട്രേഡിംഗ് അക്കൗണ്ട് ടു ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസും എഴുതുക. ക്ലിയർ ആണോ? ഇനി സ്റ്റോക്ക് അറ്റ് തിരൂർ ബ്രാഞ്ചിൽ എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? എത്ര സ്റ്റോക്ക് ഉണ്ട്? ആദ്യം ബാലൻസ് ബ്രോഡൗൺ എത്ര സ്റ്റോക്ക് ഉണ്ടായിരുന്നു? ബാലൻസ് ബ്രോഡൗൺ എത്ര സ്റ്റോക്ക് ഉണ്ടായിരുന്നു? 18,000 സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ ബാലൻസ് ബ്രോഡൗൺ എത്ര എഴുതും? 18,000. ക്ലിയർ ആണോ? ദെൻ നമുക്ക് അപ്പോൾ നമ്മൾ എത്ര എഴുതി? ഇപ്പുറത്തും ബ്രാഞ്ച് അക്കൗണ്ടിൽ നമുക്കിപ്പോൾ എത്ര രൂപയുണ്ട് നമ്മുടെ കയ്യിൽ? 18,000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്. ദെൻ വരുന്നത് തിരൂർ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എത്ര ഉണ്ട്? 21,000. ഇത് തന്നെയാണ് ബാലൻസ് ക്യാരി ഡൗൺ ചെയ്തിട്ട് അവിടെ എഴുതുന്നത്. അത് ജസ്റ്റ് ആ ബ്രാഞ്ച് അക്കൗണ്ട് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഈ തിരൂർ ബ്രാഞ്ച് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്?